അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ ജീവിതത്തിലെ വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന സമയങ്ങളിൽ നമ്മളറിയാതെ പറഞ്ഞു പോകാറുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വതആല എന്നെ മാത്രം എന്തേ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത് ഇത് ദുനിയാവിലെ ജീവിതമാണ്. ഇവിടെ പരീക്ഷണങ്ങളുടെ കാലഘട്ടമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് എന്നുള്ളത് ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാകുന്നു. അതുകൊണ്ട് ഇവിടെ സ്വാലിഹായ അമല് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന കർമ്മം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹിനെ ആരാധിക്കാൻ വേണ്ടിയാണ് മനുഷ്യവർഗത്തെയും ജിന്നവർഗത്തെയും സൃഷ്ടിച്ചത്. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയെ എന്ത് പ്രയാസം വന്നാലും എന്ത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും അള്ളാഹിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ആണ് ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. ഏറ്റവും പരമേൽപ്പിക്കാൻ ഉത്തമൻ അള്ളാഹു മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അറിയോ? ഇന്ന മഅൽ ഉസ്രി യുസ്ര. തീർച്ചയായും ഞെരുക്കത്തിനൊപ്പം ഒരു എളുപ്പമുണ്ടാകും. അതുകൊണ്ട് എന്ത് പ്രയാസം വന്നാലും അതിനുശേഷം ഒരു സന്തോഷം നമുക്ക് കിട്ടാനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അറിയോ? ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. അള്ളാഹിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ നിരാശപ്പെടണ്ട കേട്ടോ എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് ഏകനായ ചിത്താവായ റബ്ബ് എന്ത് പ്രയാസം വന്നാലും അവൻ മതി എന്നാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.